അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഭരണകൂടവുമായി ഇന്ത്യ ബന്ധം കൂടുതൽ മെച്ചപ്പെടുത്തിയിരുന്നു. അതിൻ്റെ ഭാഗമായി അഫ്ഗാൻ പൗരന്മാർക്ക് വിസ അനുവദിക്കാനുണ്ടായിരുന്ന തടസ്സവും ഇന്ത്യ നീക്കി. 2021 താലിബാൻ അഫ്ഗാനിസ്ഥാൻ്റെ ഭരണം പിടിച്ചെടുത്തതിന് പിന്നാലെ ആ രാജ്യവുമായുള്ള ബന്ധം ഇന്ത്യ വിച്ഛേദിച്ചിരുന്നു. പിന്നാലെ ഇന്ത്യ കാബൂളിലെ എംബസി അടയ്ക്കുകയും ചെയ്തു. അതിനൊപ്പം വിസ നടപടികൾ നിർത്തിവെച്ചു. സുരക്ഷാ കാരണങ്ങളാലായിരുന്നു ഇന്ത്യയുടെ ഈ നടപടി. എന്നാൽ പിന്നീട് ഇന്ത്യയും അഫ്ഗാനും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെട്ടു. തുടർന്നാണ് നിയന്ത്രണങ്ങളിൽ ഇളവ് നൽകിയത്. 2022 തന്നെ കാബൂളിലെ എംബസിയിലേക്ക് ഉദ്യോഗസ്ഥ സംഘത്തെ ഇന്ത്യ നിയോഗിച്ചിരുന്നു. അതിനിടയിൽ പാകിസ്ഥാനുമായുള്ള അഫ്ഗാനിസ്ഥാൻ്റെ ബന്ധം വഷളാകുകയും ചെയ്തു. പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള ബന്ധം കുറച്ചു കാലങ്ങളായി വളരെ മോശമാണ്. അതിർത്തി കടന്ന് ആക്രമണം നടത്തുന്ന തീവ്രവാദികൾക്ക് അഫ്ഗാൻ ഭരണകൂടം അഭയം നൽകുന്നുണ്ടെന്നാണ് പാകിസ്ഥാൻ ആരോപിച്ചത്. അഫ്ഗാൻ പൗരന്മാരെ പാകിസ്ഥാൻ നാടുകടത്തുന്നതും ഇരു രാജ്യങ്ങൾക്കുമിടയിലെ പ്രശ്നമായിരുന്നു. അതിനിടയിൽ അഫ്ഗാനിസ്ഥാനുമായുള്ള നയതന്ത്ര ബന്ധം മെച്ചപ്പെടുത്താനുള്ള നീക്കവുമായി പാകിസ്ഥാൻ മുന്നോട്ടു പോകുന്നതായി റിപ്പോർട്ടുകൾ വരുന്നു. ഇരു രാജ്യങ്ങളുടെയും വിദേശകാര്യമന്ത്രിമാർ തമ്മിൽ ചർച്ച നടത്തി പരസ്പര വിശ്വാസത്തോടെ മുന്നോട്ടു പോകാൻ ഇരു രാജ്യങ്ങളും തീരുമാനിച്ചതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ആടിയുലഞ്ഞ അഫ്ഗാൻ പാക് ബന്ധം ശക്തിപ്പെടുത്താൻ ഇടനിലക്കാരായത് ചൈനയാണ്. പാക് അഫ്ഗാനിസ്ഥാൻ ബന്ധം മെച്ചപ്പെടുത്താൻ ചൈനയുടെ മധ്യസ്ഥതയിൽ വെള്ളിയാഴ്ച ബെയ്ജിങ്ങിൽ ചർച്ച നടത്തിയിരുന്നു. പിന്നാലെയാണ് പാകിസ്ഥാൻ പുതിയ നീക്കവുമായി എത്തിയത്. ഓപ്പറേഷൻ സിന്ദൂറിനെ തുടർന്ന് ഇന്ത്യ അഫ്ഗാനിസ്ഥാനുമായി നയതന്ത്ര ബന്ധത്തിന് തുടക്കമിട്ടിരുന്നു. ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും അഫ്ഗാൻ മന്ത്രി മുത്താഹിയും ചർച്ചയും നടത്തി. ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യയെ അനുകൂലിച്ച് പരസ്യമായ രംഗത്തെത്തിയ രാജ്യമായിരുന്നു അഫ്ഗാൻ. അഫ്ഗാനിസ്ഥാനും ഇന്ത്യയ്ക്കുമിടയിൽ ഭിന്നതയുണ്ടാക്കാനുള്ള ചിലരുടെ നീക്കം പരാജയപ്പെട്ടെന്നും ജയശങ്കർ പറഞ്ഞിരുന്നു. ഇതാണ് പാകിസ്ഥാൻ്റെ മനംമാറ്റത്തിന് കാരണമെന്നാണ് വിലയിരുത്തൽ. പാക് വിദേശകാര്യമന്ത്രി ഇസ്ഹാഖ് ദറും അഫ്ഗാൻ വിദേശകാര്യമന്ത്രി അമീർ ഖാൻ മുത്താഹിയും തമ്മിൽ ഞായറാഴ്ച ടെലിഫോൺ ചർച്ച നടത്തി. പരസ്പര അംബാസഡർമാരെ നിയമിക്കാനും ഇരു രാജ്യങ്ങളും തീരുമാനമെടുത്തിട്ടുണ്ട്. നിലവിൽ അംബാസഡറിന് താഴെയുള്ള ചാർജ് ദ അഫയേഴ്സ് റാങ്കിലുള്ള ഉദ്യോഗസ്ഥനെയാണ് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാനിൽ നിയോഗിച്ചിട്ടുള്ളത്. ഇത് അംബാസഡർ തലത്തിലുള്ള ബന്ധമായി ഉയർത്തുമെന്ന് പാക് വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ അറിയിച്ചു. കാബൂളും പാകിസ്ഥാനിൽ അംബാസഡറെ നിയമിക്കുമെന്ന് ഇസ്ഹാഖ് ധറിനെ മുത്താഹി അറിയിച്ചിട്ടുണ്ട്. ചൈന ഉൾപ്പെടെ ചുരുക്കം ചില രാജ്യങ്ങൾ മാത്രമാണ് അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ സർക്കാരിൻ്റെ അംബാസഡർമാരെ അംഗീകരിച്ചിട്ടുള്ളത്.